അന്താരാഷ്ട്ര സ്കൈ ഡൈവിംഗ് ദിനത്തിൽ സാഹസികമായ സ്കൈ ഡൈവിംഗ് ചെയ്ത് കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഇന്ത്യയിലെ ഏക സ്കൈ ഡൈവിംഗ് ഡ്രോപ്പ് സോൺ ആയ ഹരിയാനയിലെ നർനോളിലുള്ള സ്കൈ ഹൈലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ സാഹസിക അഭ്യാസം. ഭാവി ഇന്ത്യയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സ്കൈ ഡൈവിംഗ് സോണുകൾ കൂടുതൽ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്കൈ ഡൈവിംഗിനായി ഇന്ത്യ പ്രത്യേകം ഉപയോഗിക്കാൻ പോകുന്ന വിമാനവും മന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു. അർജുൻ പീതാംബരൻ നമുക്ക് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അർജുൻ, ഈ ടൂറിസത്തിന്റെ അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ സാധ്യതകൾ തേടി ഇങ്ങനെ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് ഭയങ്കര കൗതുകമൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ മന്ത്രി തന്നെ നേരിട്ടിറങ്ങിയിരിക്കുകയാണ്? എന്താണ് നമ്മുടെ അടുത്ത ഘട്ടം? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തെ പറ്റി അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് മികച്ച അനുഭവം തന്നെയാണ്. മാത്രമല്ല, ഇന്ത്യയിൽ കൂടുതലായിട്ട് ഇത്തരത്തിൽ സ്കൈ ഡൈവിംഗ് സോണുകൾ, സ്പോട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ മേൽനോട്ട ചുമതലയൊക്കെ നിലവിൽ കൊടുത്തിരിക്കുന്നത് ഈ സ്കൈ ഹൈ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. സ്കൈ ഹൈ മാത്രമാണ് നിലവിൽ ഇന്ത്യയിൽ സിവിലിയൻ സ്കൈ ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഹരിയാനയിലെ നർനോളിലാണ്, ഒരു എയർ സ്ട്രിപ്പിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ മധ്യപ്രദേശ്, ഗോവ ഈ രണ്ട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ഒരു അഡ്വഞ്ചർ സ്പോട്ടായിട്ടുള്ള സ്കൈ ഡൈവിംഗ് കുറച്ചുകൂടി വിപുലീകരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ആളുകൾക്ക് ഇവിടെ തന്നെ ഈ ഒരു അഡ്വഞ്ചർ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എല്ലാ സൗകര്യങ്ങളും നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ സ്കൈ ഡൈവിംഗ് പോലുള്ള അഡ്വഞ്ചർ സ്പോർട്സ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ മാലദ്വീപ്സോ അല്ലെങ്കിൽ ദുബായ്, ഇന്തോനേഷ്യ, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിലാണ് പോകാറുള്ളത്. കൂടുതലായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ തന്നെ അവിടെ എത്തി സ്കൈ ഡൈവിംഗ് ചെയ്യുന്നതും അതിന്റെ അടക്കം ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലും എക്സിലും വഴി ഓരോ ദിവസവും നമ്മൾ കാണാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ എന്തായാലും കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയോടുകൂടി തന്നെ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ സ്പോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും ഇനി ദുബായിലേക്ക് അടക്കം പോകേണ്ട ആവശ്യമില്ല. അത് ഇവിടെ തന്നെ ചെയ്യാം. നിലവിൽ എന്തായാലും ഹരിയാനയിൽ ഡൽഹിയിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ദൂരം മാത്രമേ ഇന്ത്യയിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, സോണുകൾ ഒരുക്കുമെന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്.